ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചെറിയൊരു എറർ കറക്ഷനിലേക്ക് കിടക്കാം. ഈ ചോദ്യത്തിൽ ഒരു തെറ്റുണ്ട്. ദ ഓൾഡ് കിങ് ഹാഡ് എ എയർ. ഇതിൽ എന്താണ് നിങ്ങൾ തെറ്റ് കാണുന്നത്? ദി ഓൾഡ് കിങ് ഹാഡ് എ എയർ. ഒരു അനന്തരാവകാശി ഉണ്ടായിരുന്നു ആ വൃദ്ധനായ രാജാവിനെന്ന് പറയുമ്പോൾ ഈ സെന്റൻസിലെ ഗ്രാമർപരമായിട്ടുള്ള തെറ്റ് മിക്ക പരീക്ഷകൾക്കും അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായ ഗ്രാമറിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ 3 പേരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എ ഉണ്ട്, ആൻ ഉണ്ട്, ദി ഉണ്ട്. ഇവിടെ നമ്മൾ എയും ആനും, ഒരു എന്നർത്ഥം വരുന്ന എയും ആനും മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എയുടെ ഉപയോഗം എന്ന് പറയുന്നത് തൊട്ടടുത്ത് വരുന്ന നാമത്തിൻ്റെ ആദ്യ ശബ്ദം അത് കോൺസണന്റ് സൗണ്ട് ആയിരിക്കണം, വ്യഞ്ജന ശബ്ദമായിരിക്കണം. ആൻ നമ്മൾ ഉപയോഗിക്കുന്നത് തൊട്ടടുത്ത് വരുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന വാക്കിൻ്റെ ആ ആദ്യ ശബ്ദം അത് ഉറപ്പായിട്ടും സ്വരമായിരിക്കണം, അല്ലെങ്കിൽ വൊവലായിരിക്കണം. ഈ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വളരെ തെറ്റാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ആ വാക്ക് അനന്തരാവകാശി എന്ന് പറയുന്ന എയർ, സത്യത്തിൽ ആ തുടക്ക ശബ്ദം എന്ന് പറയുന്ന എ ആണ്. അത് നമ്മുടെ യിലെ എ ആണ്, അത് വൊവൽ സൗണ്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് എയർ അല്ല, ആൻ എയർ ആണ് ശരി. പക്ഷേ എ ഹോഴ്സ് ആണ്. അത് ഹോഴ്സ്, കുതിര എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹോ എന്ന് പറയുന്ന കോൺസണന്റ് വ്യഞ്ജന ശബ്ദമാണ് ലഭിക്കുന്നത്, കായ്ക്കയിലെ ശബ്ദം. അതുകൊണ്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ടും എ ഹോഴ്സ്, എ ഹൗസ്. പക്ഷേ ആൻ ഓണസ്റ്റ് മാൻ, ആൻ ഓണറബിൾ ഗസ്റ്റ്, ആൻ അവർലി ബസ്, ആൻ എയർ, അങ്ങനെ ഇവിടെ എച്ച് സൈലൻ്റ് ആയിട്ട് വരികയും സ്വാഭാവികമായിട്ടും വവൽ ശബ്ദങ്ങൾ ലഭിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ സെന്റൻസിലെ ആ ഒരു തെറ്റ് നമുക്ക് കാണാൻ കഴിയും. ദ ഓൾഡ് കിങ് ഹാഡ് ആൻ എയർ, അതാണ് ശരിയായ ഉത്തരം. താങ്ക് യു, ബൈ.